ഹോശേയ പ്രവചനം അധ്യായം 1. ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്തും ഇസ്രയേൽ രാജാവായി യോവാശിൻ്റെ മകനായ യൊരോബെയാമിൻ്റെ കാലത്തും ബെയേരിയുടെ മകനായ ഹോശേയയ്ക്ക് ഉണ്ടായ യഹോവയുടെ അരുളപ്പാട്. യഹോവ ഹോശേയ മുഖാന്തരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ഹോശേയയോട്, നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്ക. ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവൻ ചെന്ന് ദിബ്ലയീമിൻ്റെ മകളായ ഗോമരിനെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചു, അവനൊരു മകനെ പ്രസവിച്ചു. യഹോവ അവനോട്, അവന് ഇസ്രയേൽ ദൈവം വിതയ്ക്കും എന്ന് പേർ വിളിക്കാം. ഇനി കുറെ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഇസ്രയേലിൻ്റെ രക്തപാതകങ്ങളെ യേഹൂ ഗ്രഹത്തോട് സന്ദർശിച്ച് ഇസ്രയേൽ ഗ്രഹത്തിൻ്റെ രാജ്യത്വം ഇല്ലാതെയാക്കും. അന്നാളിൽ ഞാൻ ഇസ്രയേൽ താഴ്വരയിൽ വെച്ച് ഇസ്രയേലിൻ്റെ വില്ല് ഒടിച്ചു കളയുമെന്ന് അരുളിച്ചെയ്തു. അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകളെ പ്രസവിച്ചു. യഹോവ അവനോട്, അവൾക്ക് ലോ രൂഹമ, കരുണ ലഭിക്കാത്തവൾ എന്ന് പേർ വിളിക്കാം. ഞാൻ ഇനി ഇസ്രയേൽ ഗ്രഹത്തോട് ക്ഷമിപ്പാൻ തക്കവണ്ണം അവരോട് ഒട്ടും കരുണ കാണിക്കയില്ല. എന്നാൽ യഹൂദ ഗ്രഹത്തോട് ഞാൻ കരുണ കാണിച്ചു. അവരെ വില്ലുകൊണ്ടോ വാൾ കൊണ്ടോ യുദ്ധം കൊണ്ടോ കുതിരകളെ കൊണ്ടോ കുതിരച്ചേവകരെ കൊണ്ടോ രക്ഷിക്കാതെ അവരുടെ ദൈവമായ യഹോവയെ കൊണ്ട് അവരെ രക്ഷിക്കും എന്ന് അരുളി ചെയ്തു. അവൾ ലോരൂഹമയെ മുലകുടി മാറ്റിയ ശേഷം ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അപ്പോൾ യഹോവ അവന്, ലോ അമ്മി, എൻ്റെ ജനമല്ല എന്ന് പേർ വിളിക്ക. നിങ്ങൾ എൻ്റെ ജനമല്ല, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയുമില്ല എന്ന് അരുളി ചെയ്തു. എങ്കിലും ഇസ്രയേൽ മക്കളുടെ സംഖ്യ അളക്കുവാനും എണ്ണുവാനും കഴിയാത്ത കടൽക്കരയിലെ പൂഴി പോലെ ഇരിക്കും. നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് അവരോട് അരുളി ചെയ്തതിന് പകരം നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളെന്ന് അവരോട് പറയും. യഹൂദ മക്കളും ഇസ്രയേൽ മക്കളും ഒന്നിച്ചുകൂടി തങ്ങൾക്ക് ഒരേ തലവനെ നിയമിച്ച് ദേശത്തു നിന്ന് പുറപ്പെട്ടു പോകും. ഇസ്രയേലിൻ്റെ നാൾ വലുതായിരിക്കുമല്ലോ. അധ്യായം 2. നിങ്ങളുടെ സഹോദരന്മാർക്ക് അമ്മി, എൻ്റെ ജനം എന്നും നിങ്ങളുടെ സഹോദരിമാർക്ക് രൂഹമ, കരുണ ലഭിച്ചവൾ എന്നും പേർ വിളിപ്പീൻ. വ്യവഹരിപ്പീൻ, നിങ്ങളുടെ അമ്മയോട് വ്യവഹരിപ്പീൻ. അവൾ എൻ്റെ ഭാര്യയല്ല, ഞാൻ അവളുടെ ഭർത്താവുമല്ല. അവൾ പരസംഗം മുഖത്തു നിന്നും വ്യഭിചാരം മുലകളുടെ നടുവിൽ നിന്നും നീക്കിക്കളയട്ടെ. അല്ലെങ്കിൽ ഞാൻ അവളെ വസ്ത്രമഴിച്ച് നഗ്നയാക്കി ജനിച്ച ദിവസത്തിലെ പോലെ നിർത്തുകയും അവളെ മരുഭൂമിയും വരണ്ട നിലവും പോലെയാക്കി ദാഹം കൊണ്ട് മരിപ്പിക്കുകയും ചെയ്യും. ഞാൻ അവളുടെ മക്കളോട് കരുണ കാണിക്കുകയില്ല. അവർ പരസംഗത്തിൽ ജനിച്ച മക്കളല്ലോ. അവരുടെ അമ്മ പരസംഗം ചെയ്തു, അവരെ പ്രസവിച്ചവൾ ലജ്ജ പ്രവർത്തിച്ചു. എനിക്ക് അപ്പവും വെള്ളവും ആട്ടുരോമവും ശണവും എണ്ണയും പാനീയവും തരുന്ന എൻ്റെ ജാരന്മാരുടെ പിന്നാലെ ഞാൻ പോകുമെന്ന് പറഞ്ഞുവല്ലോ. അതുകൊണ്ട് ഞാൻ നിന്റെ വഴിയെ മുള്ളുകൊണ്ട് വേലി കെട്ടി അടയ്ക്കും. അവൾ തൻ്റെ പാതകളെ കണ്ടെത്താതെ വണ്ണം ഞാൻ ഒരു മതിലുണ്ടാക്കും. അവൾ ജാരന്മാരെ പിന്തുടരും, എങ്കിലും അവരോട് ഒപ്പം എത്തുകയില്ല. അവൾ അവരെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല താനും. അപ്പോൾ അവൾ, ഞാൻ എൻ്റെ ആദ്യത്തെ ഭർത്താവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകും. ഇന്നത്തേക്കാൾ അന്ന് എനിക്ക് ഏറെ നന്നായിരുന്നുവല്ലോ എന്ന് പറയും. അവൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകിയതും ബാലിനു വേണ്ടി ഉപയോഗിച്ച അവളുടെ വെള്ളിയും പൊന്നും വർദ്ധിപ്പിച്ചതും ഞാൻ എന്ന് അവൾ അറിഞ്ഞില്ല. അതുകൊണ്ട് തൽക്കാലത്ത് എൻ്റെ ധാന്യവും തത്സമയത്ത് എൻ്റെ വീഞ്ഞും ഞാൻ മടക്കി എടുക്കുകയും അവളുടെ നഗ്നത മറയ്ക്കേണ്ടതിന് കൊടുത്തിരുന്ന എൻ്റെ ആട്ടിൻ രോമവും ശണവും ഞാൻ എടുത്തു കളയുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ അവളുടെ ജാരന്മാർ കാൺകെ അവളുടെ നാണിടത്തെ അനാവൃതമാക്കും. ആരും അവളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുകയില്ല. ഞാൻ അവളുടെ സകല സന്തോഷവും ഉത്സവങ്ങളും അമാവാസികളും ശബ്ബത്തുകളും അവളുടെ വിശേഷ ദിവസങ്ങളും എല്ലാം ഇല്ലാതെയാക്കും. ഇത് എൻ്റെ ജാരന്മാർ എനിക്ക് തന്ന സമ്മാനങ്ങൾ എന്ന് അവൾ പറഞ്ഞ മുന്തിരിവള്ളികളെയും അത്തിവൃക്ഷങ്ങളെയും ഞാൻ നശിപ്പിച്ച് കാടാക്കും. കാട്ടുമൃഗങ്ങൾ അവയെ തിന്നുകളയും. അവൾ ബാൽ വിഗ്രഹങ്ങൾക്ക് ധൂപം കാണിച്ച് കുണുക്കും ആഭരണങ്ങളും കൊണ്ട് തന്നെ അലങ്കരിച്ച് തൻ്റെ ജാരന്മാരെ പിന്തുടർന്ന് എന്നെ മറന്നുകളഞ്ഞ നാളുകളെ ഞാൻ അവളോട് സന്ദർശിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി
ആഖോർ താഴ്വരയെയും കൊടുക്കും. അവൾ അവളുടെ യൗവനകാലത്തിലെന്ന പോലെയും അവൾ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടു വന്ന നാളിലെന്ന പോലെയും വിധേയ ആകും. അന്നാളിൽ നീ എന്നെ ബാലി ഉടയവനെ എന്നല്ല, ഈശി ഭർത്താവേ എന്ന് വിളിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ബാൽ വിഗ്രഹങ്ങളുടെ പേരുകളെ അവളുടെ വായിൽ നിന്ന് നീക്കിക്കളയും. ഇനി ആരും അവയെ പേർ ചൊല്ലി സ്മരിക്കുകയുമില്ല. അന്നാളിൽ ഞാൻ അവർക്കു വേണ്ടി കാട്ടിലെ മൃഗങ്ങളോടും ആകാശത്തിലെ പക്ഷികളോടും നിലത്തിലെ ഇഴജാതികളോടും ഒരു നിയമം ചെയ്യും. ഞാൻ വില്ലും വാളും യുദ്ധവും ഭൂമിയിൽ നിന്ന് നീക്കി അവരെ നിർഭയം വസിക്കുമാറാക്കും. ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. അതെ, നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. ഞാൻ വിശ്വസ്തയോടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. നീ യഹോവയെ അറിയുകയും ചെയ്യും. ആ കാലത്ത് ഞാൻ ഉത്തരം നൽകും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഞാൻ ആകാശത്തിന് ഉത്തരം നൽകും, അത് ഭൂമിക്ക് ഉത്തരം നൽകും. ഭൂമി ധാന്യത്തിനും വീഞ്ഞിനും എണ്ണയ്ക്കും ഉത്തരം നൽകും, അവ ഇസ്രയേലിനും ഉത്തരം നൽകും. ഞാൻ അതിനെ എനിക്കായി ദേശത്ത് വിതയ്ക്കും. കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും. എൻ്റെ ജനമല്ലാത്തതിനോട് നീ എൻ്റെ ജനം എന്ന് ഞാൻ പറയും. നീ എൻ്റെ ദൈവം എന്ന് അവരും പറയും.